ഹലോ ഫ്രണ്ട്സ്, ഈ രാത്രി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുമോ? കൊല്ലത്ത് ഫ്രഷ് മീൻ കിട്ടാൻ എളുപ്പം വാടി കടപ്പുറമാണ്. അവിടേക്കാണ് പോകുന്നത്. ലക്ഷണം കണ്ടിട്ട് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. തോറ്റു പിന്മാറാൻ തയ്യാറല്ല. പിറ്റേന്ന് ഒന്നുകൂടി നമുക്കൊന്ന് പോയി നോക്കാം. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മൾ വാടി എത്തിയത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ മീനൊക്കെ ഉണ്ട്. നല്ല തിരക്കും ഉണ്ട്. ഒരു കുട്ട നെത്തോലിയല്ലേ പോകുന്നത്. മാന്തളിന് കൊല്ലത്ത് മാർക്കറ്റ് കുറവാണ്. നമ്മളൊന്നും വാങ്ങലില്ല. എല്ലായിടത്തും ആൾക്കാരുടെ തിരക്കാണ്. ഈ ഇരിക്കുന്നതെല്ലാം ഐസ് ഇട്ട് ലോഡ് പോകാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഒരുപാട് മീനുകൾ നമുക്ക് കാണാൻ പറ്റും. ചൂര, കിളിമീൻ, അങ്ങനെ ഇഷ്ടംപോലെ മീനുകൾ നമുക്കവിടെ കാണാൻ പറ്റി. ഇതിൽ നമ്മൾ ആദ്യം വാങ്ങിയത് ഞണ്ടാണ്. പിന്നെ കൊഞ്ച്, കോര, കിളിമീൻ. ഈ കിളിമീനായിരുന്നു നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ചത്. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ വാങ്ങിയതെല്ലാം ഒരുമിച്ചൊന്ന് കാണിച്ചേക്കാം. എല്ലാ മീനും ഒരു വീട്ടിലേക്കല്ല, ഒരു 2-3 വീട്ടിലോട്ടുള്ള മീനാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇന്ന് നമുക്ക് ഞണ്ട് കറി കണ്ടാലോ? കറിയിലോട്ട് ആവശ്യമുള്ള കറിവേപ്പില പിച്ചിട്ട് വരാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. നമുക്ക് പാത്രം ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള കടുക്, ഉലുവ പൊട്ടിക്കാം. ഇനി ആവശ്യത്തിന് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് എണ്ണയായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ് ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് തുറന്നൊന്ന് എല്ലാം കൂടെ മിക്സാക്കി വഴറ്റാം. ഒരുവിധം വഴന്ന് റെഡിയായി വരുമ്പോൾ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വറ്റൽമുളക് ചതച്ചത്, കുറച്ച് ഗരം മസാല. ഇനി പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമെല്ലാം. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ടും മസാലയെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് തിളപ്പിച്ച് നമുക്ക് ആവശ്യമായ രീതിയിൽ കുറുക്കിയെടുക്കാം. ഞണ്ട് കറി സെറ്റായി. ബൈ ഫ്രണ്ട്സ്.